അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രക്ഷുബ്ധമായിരുന്ന അറേബ്യ ഇന്ന് പ്രശാന്തമാണ്. അറേബ്യയ്ക്കൊരു പുതിയ ഭരണാധികാരിയുണ്ട്. സൗന്ദര്യത്തിന്റെ 100 മേനി അഴകാണ്. ആ സൗന്ദര്യം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞൊഴുകുന്നത് ആർക്കും ആസ്വദിക്കാനാകും. അത് സംസ്കാരമായി മദീനയിൽ ഒഴുകിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. മക്ക മടിച്ചു പൊടിച്ചു നിന്ന സമയത്ത് 2 കൈകൾ നീട്ടി ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് മദീന. അതിന്റെ കുളിരനുഭവിക്കുകയാണ് ഇന്ന് മദീന. അതാ ആ തെരുവിൽ 2 പേർ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ മദീനയുടെ വാനമ്പാടി ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റേയാൾ ഗിഫാരി ഗോത്രത്തിലെ സമുന്നതൻ അബൂ ദർ റളിയല്ലാഹു അൻഹു. 2 പേരുടെയും തർക്കം ഒരൽപ്പം അതിരുവിട്ടുപോയി. അബൂ ദർ ഗിഫാരിയുടെ ഒരു വാക്ക് ഉള്ളിൽ നിന്നും തിക്കിത്തിരക്കി നാവിലൂടെ എടുത്തു ചാടി. അത് കൈവിട്ടുപോയി. കറുത്തവരുടെ പുത്ര. ആ വാക്യത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുത്ത മനുഷ്യൻ ചാട്ടുളയേറ്റ പോലെ പിടഞ്ഞു. ബിലാൽ തങ്ങൾ ആദ്യമായി കേൾക്കുന്ന തെറിയല്ല ഇത്. ജീവിതത്തിന്റെ പകുതി ഭാവം ഈ വാക്ക് കേട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വളർന്നത്. പിന്നെ എന്തേ ബിലാൽ തങ്ങൾക്ക് നന്നത്? ബിലാൽ തങ്ങൾ ഉടനെ തിരിഞ്ഞു നടന്നു. മദീന പള്ളിയെ ലക്ഷ്യം വെച്ച് ആഞ്ഞു നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കിതച്ചു നിന്നു അബൂ ദർ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങൾ പോകുന്നത് സംസ്കാരത്തിന്റെ രാജഗുരുവായ മുത്തുനബിയുടെ സമീപത്തേക്കാണ്. ബിലാൽ തങ്ങളുടെ പിന്നാലെ അതേ വഴിയിലൂടെ അബൂ ദർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ബിലാൽ തങ്ങൾ മുത്തുനബിയുടെ സമീപത്തേക്ക് നീങ്ങി വിനയത്തോടെ തന്റെ സങ്കടം ബോധിപ്പിച്ചു. യാ റസൂലല്ലാഹ്, അബൂ ദറിന്റെ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചു നബിയെ. തിരുദൂതരുടെ മുഖഭാവം മാറി. മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കാനാകാതെ അബൂ ദർ റളിയല്ലാഹു അൻഹു തല താഴ്ത്തി. യാ അബൂ ദർ, ജാഹിലിയ കാലത്തിന്റെ അധമോഹം ഇനിയുമുണ്ടോ ആ മനസ്സിൽ? മുത്തുനബിയുടെ ആ ശബ്ദം അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ഇടിനാദമായി പെയ്തു. മനസ്സ് വിങ്ങിപ്പൊട്ടി. മുഖത്തെ രക്തയോട്ടം നിലച്ചു. ഒന്നും ഉരിയാടാതെ അബൂ ദർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു. പിന്നാലെയായി ബിലാൽ തങ്ങളും വരുന്നുണ്ട്. ബിലാൽ തങ്ങളോടുള്ള പ്രതിക്രിയ ചെയ്യാനുള്ള മുന്നൊരുക്കത്തിലാണ് അബൂ ദർ റളിയല്ലാഹു അൻഹു. ആ വഴിക്ക് കുറുകെയായി അബൂ ദർ റളിയല്ലാഹു അൻഹു മണ്ണിൽ കവിഴ്ചേർത്ത് കിടന്നു. ആ വഴി മുറിച്ചു കടക്കാനാകാതെ ബിലാൽ തങ്ങൾ ആ വഴിയിൽ നിന്നും ആശങ്കയോടെ ചോദിച്ചു, എന്താ ഇത് അബൂ ദർ? അതിന്റെ മറുപടി ഒരു കടച്ചിലായിരുന്നു. ബിലാലേ, പ്രിയപ്പെട്ട ബിലാലേ, അങ്ങയുടെ കറുത്ത കാലുകൊണ്ട് ഈ വെളുത്ത കള്ളിൽ ചവിട്ടു ബിലാൽ. ഷോ, എന്താ ഇത് അബൂ ദർ? ഇല്ല, താങ്കൾ എന്റെ കവിളിൽ ചവിട്ടിയിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല. എന്റെ ഉള്ളിലെ അധമോദം നശിക്കട്ടെ. ബിലാൽ തങ്ങളുടെ കൺകളിൽ നിന്നും ചുടുബാഷ്പം അണപൊട്ടി. ആ വെളുത്ത കാലിലെ ബിലാൽ തങ്ങളെ കുനിഞ്ഞു നിന്ന് ആ വെളുത്ത കാലിൽ അമർത്തി ചുംബിച്ചു. യാ അബൂ ദർ, ഈ കവിള എനിക്ക് ചവിട്ടാനുള്ളതല്ല, മുത്തം വെക്കാനുള്ളതാണ്. ആ 2 സുഹൃത്തുക്കളും ഗാഢമായി ആശ്ലേഷിച്ചു. 2 പേരുടെയും കൺകളിൽ നിന്ന് ഉതിർന്നു വീണ ചുടുബാഷ്പത്തിന്റെ ഉപ്പ് അലിഞ്ഞു ഒന്നായി ചേർന്നു. അതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയും പ്രകടനങ്ങളുമാണ് നമ്മൾ ഇവിടെ കണ്ടത്. സുഹൃത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാലം പോലും വരാതിരിക്കാനാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത്. ഈ കഥയുടെ ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.